യേശുവെ നന്ദി. ഇപ്പോൾ കിട്ടിയ ഒരു അനുഭവം പറയാനാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത്. എൻ്റെ പേര് ജോൺകുട്ടി. ചാഞ്ഞടിക്കലാണ് വീട്. ക്രിസ്ത്യൻ ചർച്ച് ഇടവക്കാരനാണ്. ഞങ്ങൾക്ക് വലിയ അനുഭവം അച്ഛനിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ടും അടുത്ത ദിവസം പറയാം. ഇപ്പോൾ പറയാൻ തോന്നുന്നത് എൻ്റെ വലുതിന് 2 വർഷത്തിന് പുറകിൽ കണ്ണുനീർ വരാത്ത അനുഭവമായിരുന്നു. എൻ്റെ വലതുവശത്തെ ഓങ്കോളജി സർജറി ചെയ്ത് കണ്ണ് നനയാതിരിക്കുന്ന അവസ്ഥ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ കണ്ണിനെ ഒന്ന് കുരിശ് വരച്ചാണ് പ്രാർത്ഥിച്ചാണ് കണ്ണിനെ അസുഖം മാറിയത്. കണ്ണുനീര് ഒട്ടും വരാത്ത അനുഭവം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 3-4 മാസമായിട്ട് കണ്ണിനെ മരുന്നൊഴിക്കുന്ന അനുഭവം പോലും ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ എൻ്റെ മകൻ്റെ കൂടെ വലിയൊരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ മരുന്ന് കിട്ടാനൊക്കെ പാടും. പിന്നെ വാശി പിടിച്ചൊഴിക്കാതിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ച് എൻ്റെ കണ്ണിൽ കൂടെ നല്ലയിടത്ത് വെള്ളം ഒഴുകി എൻ്റെ വലതുവശത്തിന് നല്ലയിടത്ത് നനഞ്ഞു. ഞാൻ മുഖം കഴുകാതെ എനിക്ക് ഇരിക്കാൻ വലിയ പ്രയാസമാണ്. ദിവസം വെള്ളം കിട്ടുന്നിടത്ത് എല്ലായിടത്തും വെച്ച് കുളിക്കാതെ വലതുവശത്തെ ഓങ്കോളജി സർജറി കാരണം വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതെല്ലാം മാറാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. വലതുവശത്ത് ഈ ഒന്നുമില്ലാത്തതിൻ്റെ പ്രയാസമായിരിക്കും. ഏതായാലും എൻ്റെ കണ്ണി ഈ ആരാധനയുടെ സമയത്ത് നല്ലവണ്ണം നനഞ്ഞു. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. യേശുവേ സ്തുതി. കണ്ണുനീര് വരാത്ത ഡ്രൈനെസ് മരുന്നടിക്കാൻ പോലും വലിയൊരു ആശുപത്രി തൻ്റെ മകനോടൊപ്പം ആശുപത്രിയപ്പോൾ ഈ മകന് സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന വിശുദ്ധ കുർബാനയുടെ മുൻപാകെ സ്നേഹത്തോടെ കരുണയോടെ നമുക്കരിയിലേക്ക് വരുന്ന കർത്താവിൻ്റെ കരുണ അനുഭവിച്ചു. കണ്ണുകൾ നിറഞ്ഞു. കണ്ണുനീര് ഇല്ലാത്ത കണ്ണിൽ കണ്ണുനീര് ഗ്രന്ഥി പ്രവർത്തിച്ചു. കഴിഞ്ഞ ദിവസം കിണറ്റിൽ വെള്ളമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിണർ മൂടട്ടെ എന്ന് ചോദിച്ചു. ഒരു തുള്ളി വെള്ളമില്ല, മൂടരുത് എന്ന് ഞാൻ പറഞ്ഞു. കർത്താവിൻ്റെ കരുണ ചോദിച്ചോളാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ കിണറ്റിൽ 10 അടി വെള്ളം. ഒരു തുള്ളി വെള്ളമില്ലാത്ത കിണറ്റിൽ കർത്താവ് കരുണ കാണിക്കുന്നു. കർത്താവ് സ്നേഹം കാണിക്കുന്നു. കണ്ണുനീർ ഗ്രന്ഥി പ്രവർത്തിക്കുന്നില്ലേ? വിശുദ്ധ കുർബാനയെ നോക്കിക്കൊണ്ട് ഈശോയുടെ നാമത്തിൽ പിതാവേ എന്ന് വിളിച്ചപേക്ഷിച്ച് ഇന്ന് വളരെ നമ്മളെ പഠിപ്പിച്ച ആ പ്രാർത്ഥന രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തുറക്കും. നമ്മുടെ പ്രതിസന്ധി പ്രതിബന്ധങ്ങളൊക്കെ മാറും. തടസ്സമുണ്ടാക്കുന്ന തിന്മകളെയൊക്കെ അതിജീവിക്കാനായിട്ട് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സാധിക്കും. ഈ മകനെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആ മകനും അവൻ്റെ മകനും പരിപൂർണ ആരോഗ്യസ്ഥിതി പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി ഈശോയുടെ നാമത്തിൽ പിതാവിനെ വിളിച്ചപേക്ഷിച്ച് ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.